ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ പ്രോസസ്സ്, അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോയില്ലേ, അപ്പോൾ അവിടുത്തെ സ്റ്റെപ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാവുന്നത്. പണ്ടത്തെക്കാട്ടും സ്റ്റെപ്സ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് 2024 ഒരു സ്റ്റെപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഞാൻ പാസ്പോർട്ട് ഇപ്പോൾ റീസെൻ്റ് എടുത്തുള്ളൂ കണ്ടു. അപ്പോൾ ഇതൊരു കവറാണ്, പാസ്പോർട്ടിൻ്റെ കവറാണ്, നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു കവറാണ്. നമുക്ക് ഇതിൽ ക്രെഡിറ്റ് കാർഡ് സംഭവങ്ങളൊക്കെ വയ്ക്കാം, ഫോട്ടോ സംഭവങ്ങളൊക്കെ വയ്ക്കാനുള്ളൊരു കവറാണ്. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ ഡിഫറൻസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇത് തുറന്ന് നമ്മുടെ ഡീറ്റെയിൽസ് സംഭവമായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല എന്ന് വെച്ചാൽ പഴയ പാസ്പോർട്ടിനായിട്ടും ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഇതിൽ ഫ്രണ്ട് പേജിലും ബാക്ക് പേജിലൊക്കെ വരുന്നുണ്ട്. ചെറിയതുള്ളൂ, എന്തായാലും ഞാൻ അത് പറയുന്നില്ല, അത് വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവമൊന്നുമില്ല, എല്ലാ സാധനങ്ങളും തന്നെ വരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ അപ്ലൈ, അതുപോലെ തന്നെ നമുക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പോയിട്ടുള്ള ചെയ്യുന്ന സംഭവം, അതുപോലെ തന്നെ പോലീസ് വെരിഫിക്കേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് ആക്ച്വലി നമ്മുടെ അവരെ ഓൺലൈൻ സൈറ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രം, നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ സൈറ്റ് കിട്ടും. അതിൽ കയറിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത്. നമുക്ക് അതിൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 1500 രൂപ കൊടുക്കണം. നിങ്ങൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഏജൻസി ത്രൂവോ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1700 രൂപ 1800 രൂപയ്ക്ക് ചിലപ്പോൾ 300 രൂപയ്ക്ക് അവർ എക്സ്ട്രാ വാങ്ങിക്കും. അതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ നമ്മുടെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡേറ്റ് കിട്ടിയത് ഓൾമോസ്റ്റ് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡേറ്റ് കിട്ടിയത്. അതായത് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നമുക്ക് പോകണമല്ലോ, നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ വെച്ചാൽ ഞാൻ വെബ്സൈറ്റിലത്തെ സംഭവമൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിൻ്റെ കുറേ വീഡിയോസും സംഭവങ്ങളൊക്കെ മുമ്പ് വന്നിട്ടുണ്ട്, അതിപ്പോൾ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ല 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡേറ്റ് കിട്ടിയത്. അപ്പോൾ ആ ഡേറ്റിൽ നമുക്ക് ആക്ച്വലി നമുക്ക് ഇപ്പോൾ മൊബൈലിലും മെസ്സേജ് വരും, നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് കൊടുക്കാം. മൊബൈൽ മെസ്സേജ് അതിലിപ്പോൾ ധാരാളമാണ്, പ്രിൻ്റ് ഔട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഓൾറെഡി പ്രിൻ്റർ വീട്ടിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ പ്രൂഫ് സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അന്ന് കാലത്ത് പോയി. നമുക്ക് 11 മണിക്കാണ് ഡേറ്റ് കിട്ടുന്നത്. പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഉള്ളൂ നമ്മുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലേക്ക്. പക്ഷേ പോണ വഴിക്ക് ചെറിയൊരു പണി കിട്ടി, ബ്ലോക്ക്. അപ്പോൾ ഞാനവിടെ എത്തിയപ്പോൾ ശരിക്കും ഒരു 11:10 ആയിരുന്നു. പക്ഷേ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, സുഖമായിട്ട് തന്നെ കയറിപ്പോയി. പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നല്ല തിരക്കായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ അവർ നമ്മുടെ ആ ടൈമോ സംഭവങ്ങളൊന്നും ചോദിച്ചില്ല, ഒരു സംഭവം ഉണ്ടാകുന്നില്ല. നമ്മളവിടെ എത്തിയപ്പോൾ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, ആ ടൈം നോക്കി ഉള്ളിൽ കയറ്റി വിട്ടു. അവിടെ എത്തിയപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു കൗണ്ടർ ഉണ്ട്, ജസ്റ്റ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊണ്ടുവന്നുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യുന്ന ഒരു കൗണ്ടർ ഉണ്ട്. ഫസ്റ്റ് കൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഫസ്റ്റ് കൗണ്ടർ ഒന്നും പറയാൻ പറ്റില്ല, ചുമ്മാ ജസ്റ്റ് നോക്കണതാണ്. അപ്പോൾ അതിൽ അവർ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പുറത്ത് ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ പോയി നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ അതിൽ അവിടെ ഒരു ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു സെൻറ്ററിൽ കയറുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു കൗണ്ടറിൽ കയറിക്കോളാൻ പറയും, നമ്മുടെ എന്താ പറയുക ഈ നമ്പറും സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ ടൈപ്പ് ചെയ്ത് സംഭവങ്ങളൊക്കെ ചെയ്യുക. ഇതെല്ലാം ആക്ച്വലി TCS ആണ് ചെയ്യുന്നത് കേട്ടോ. TCS ആണ് ഒരു എഗ്രിമെൻറ്റ്, അതുകൊണ്ടാണ് ഭയങ്കര ഫാസ്റ്റാണ്. എനിക്ക് ആക്ച്വലി ഒരു 1 വീക്കിൻ്റെ തന്നെ പോയും പക്ഷേ 1 വീക്ക് പോലും ആയില്ല. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ പാസ്പോർട്ട് കിട്ടി. അപ്പോൾ ഇത്രയും പെട്ടെന്നൊരു ഒരു ID വെരിഫിക്കേഷൻ കിട്ടുമെന്ന് എനിക്ക് വേറെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് പ്രൈവറ്റൈസ് ചെയ്യാൻ ഏറ്റവും നല്ലത്. അത് എന്തുകൊണ്ടും നല്ലത് പ്രൈവറ്റൈസ് ചെയ്യും, പ്രത്യേകിച്ച് നമ്മുടെ വില്ലേജ് ഓഫീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാട് നന്നാവും. അപ്പോൾ നമ്മൾ ആദ്യം കയറിപ്പോയി അവിടെ വെച്ച് തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ID പ്രൂഫുകൾ, ആധാർ, ഇലക്ഷൻ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ SLCയുടെ ബുക്ക്, ഇതൊക്കെ അവർ വെരിഫൈ ചെയ്തു. അതിനുശേഷം നമ്മുടെ കറക്റ്റ് നിങ്ങൾക്ക് ആയിരിക്കും നമ്മുടെ പാസ്പോർട്ടിലെ പേരൊക്കെ ഫുൾ എക്സ്പെൻഷൻ ആയിരിക്കും. അതൊക്കെ അവർ നമ്മൾ കറക്റ്റ് സ്പെല്ലിംഗ് പറയാൻ പറഞ്ഞാൽ എല്ലാം നമ്മൾ അടിച്ചു കൊടുത്തു. അത് നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ട് അവർ നമ്മുടെ ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ ആയിരിക്കും, അതിൽ നമുക്ക് കാണിച്ചു തന്നു കറക്റ്റല്ലേ ചോദിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് സംഭവങ്ങളൊക്കെ എടുക്കും. അതിനുശേഷം നമ്മൾക്ക് വേറെ ഒരു വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോകാൻ പറയും. അവിടെ നമുക്കൊരു TV സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്കൊരു നമ്പർ തന്നിട്ടായിരിക്കും. ആ നമ്പർ അവിടെ ഡിസ്പ്ലേ ആകുമ്പോൾ അതിൽ ആ കൗണ്ടർ നമ്പറും കാണിക്കും. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ നമ്പർ വന്നു, ഒരു കൗണ്ടർ കാണിച്ചു. അവിടെ പോയി അവർ ചുമ്മാ ഇതന്നെ സ്ഥിരം നമ്മൾ ആ ടൈപ്പ് ചെയ്ത സംഭവം തന്നെ ഒന്നുകൂടി നോക്കി. ഒരു 1 മിനിറ്റ് എടുത്തുള്ളൂ. നമ്മുടെ SLC ബുക്കും സംഭവങ്ങളൊക്കെ നോക്കി, ഇതിലും നോക്കി. നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് കാലത്ത് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് തരും. അത് എൻ്റെ ഇപ്പോഴും ഉണ്ട്, അത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഒരു പ്രൂഫ് പോലെ സംഭവമാണ്. അതിനടുത്ത് കാണിച്ചാൽ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് സംഭവമാണല്ലോ, പിന്നെ ഞാൻ ബ്ലർ ചെയ്യേണ്ടി വരും, പിന്നെ അത് കാണിച്ചിരുന്നേ. അപ്പോൾ അത് എടുത്തു, അത് നമുക്ക് അവരിങ്ങനെ വെരിഫൈ ചെയ്യും. കഴിഞ്ഞു, പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം അവിടെ എഴുതി കാണിക്കും അടുത്ത കൗണ്ടറിൽ. അപ്പോൾ ഞാൻ അവിടെ പോയി നിന്നു. ആദ്യം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ വേറെ കൗണ്ടർ കാണിച്ചു. അവിടെ പോയി അവർ ഇതന്നെ നോക്കി, ഇതേ സംഭവം തന്നെ ഒന്നുകൂടി വെരിഫൈ ചെയ്തു. കഴിഞ്ഞു, 1 മിനിറ്റ് പോലും എടുത്തില്ല. അതിന് ശേഷം നമ്മളിപ്പോൾ അതിൻ്റെ കൗണ്ടർ ഇറങ്ങി വന്നപ്പോൾ അവിടെ സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ നിൽക്കുന്ന ഉള്ളിൽ അവർ നമുക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ എന്താ പറയുക ഫീഡ്ബാക്ക് കൊടുക്കാൻ ഒരു ഫോം തന്നു.
അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ കഴിഞ്ഞു പോയിക്കോളാൻ. ഇത്രേ ഉള്ളൂ സംഭവം. മാക്സിമം എനിക്ക് തോന്നുന്നത് 10 മിനിറ്റ് പോലും എടുത്തില്ല. അപ്പോൾ അത്രയും ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് നമുക്ക് പറഞ്ഞ 6 കൗണ്ടറൊക്കെ ഉണ്ടാവാറുണ്ട്. പണ്ട് 6 കൗണ്ടറിലൊക്കെ പോയി. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ 3 കൗണ്ടറിലേ പോയിട്ടുള്ളൂ. 1, 2, 3 മെയിനായിട്ട് 3 കൗണ്ടറേ പോയിട്ടുള്ളൂ. ഫസ്റ്റത്തെ കൗണ്ടർ ഞാൻ കൗണ്ടറായിട്ട് കൂട്ടുന്നില്ല. അപ്പോൾ 3 കൗണ്ടറൊക്കെ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പോലീസ് വെരിഫിക്കേഷൻ കാര്യം പറയാം. നമുക്ക് നമ്മുടെ ഈ സംഭവമൊക്കെ നമുക്ക് അവിടെ ഞാൻ പറഞ്ഞല്ലോ സംഭവം കഴിഞ്ഞു. നമുക്ക് മെസ്സേജും സംഭവങ്ങളൊക്കെ ഫോണിൽ വരും. നമുക്ക് ഇമെയിലും വരും, ഫോണിൽ വരും. അപ്പോൾ ആ ഫോണിൽ നമുക്ക് ഒരു നമ്പർ ഉണ്ടായിരിക്കും, നമ്മുടെ ഒരു ട്രാക്കിംഗ് നമ്പർ പോലത്തെ നമ്പർ. ആ നമ്പർ അവരുടെ സൈറ്റിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാക്ക് സ്റ്റാറ്റസ് കാണിക്കും. രണ്ടാമത്തെ ദിവസം ഞാൻ പോയി അടിച്ചു നോക്കിയപ്പോൾ അതിൽ ഇത് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അത് ഇനി പോലീസ് വെരിഫിക്കേഷൻ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഒരു രാത്രി ഇപ്പോൾ ഒരു 9 മണി കഴിയുമ്പോൾ ഒരാൾ കോൾ വിളിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ എൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലത്തെ കോൺസ്റ്റബിൾ ആയിരുന്നു. ആൾ ചോദിച്ചു എവിടെയോ സംഭവിക്കുക. അടുത്ത ദിവസം ഒരു 10 മണി 11 മണി ആയപ്പോൾ ആൾ ബൈക്ക് എടുത്ത് വന്നു. 5 മിനിറ്റൊന്നുമില്ല, എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് 2 മിനിറ്റ് ആൾ വന്നു. എന്തൊക്കെയോ നമ്മൾ ചുമ്മാ ഞാൻ അവിടെ ഫ്രണ്ടിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പടം സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, സ്റ്റിക്കർ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ അതിനെ കുറിച്ചൊക്കെ ചോദിച്ചു ആൾ. അതുപോലെ തന്നെ ആധാർ കാർഡ് കാണിക്കാൻ പറഞ്ഞു. ആധാർ കാർഡ് നമ്പർ എഴുതിയെടുത്തു, പോയി. ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മെസ്സേജ് വന്നു, സാധനം ഷിപ്പായെന്ന് പറഞ്ഞിട്ട്. അടുത്ത ദിവസം കറക്റ്റ് അടുത്ത ദിവസം എന്ന് വെച്ചാൽ എറണാകുളത്താണ് വരുന്നത്. കറക്റ്റ് അടുത്ത ദിവസം നമുക്ക് ഇപ്പോൾ നമ്മുടെ അവിടുത്തെ പോസ്റ്റ്മാൻ വന്നു, സാധനം തന്നു. പക്ഷേ നമ്മൾ ഇത് സ്പീഡ് പോസ്റ്റായിട്ട് വരിക. അപ്പോൾ സ്പീഡ് പോസ്റ്റിൽ നമുക്ക് ട്രാക്കിംഗ് നമ്പർ സംഭവമൊക്കെ ഉണ്ടല്ലോ. ട്രാക്കിംഗ് നമ്പർ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അത് കാണിക്കില്ല കേട്ടോ. അത് കാണിക്കില്ല. ഒന്നാമത് ആദ്യ ദിവസം കാണിക്കില്ല, രണ്ടാമത്തെ ദിവസം അത് പെൻഡിങ് പറ്റുന്നതിന് കാണിക്കുന്നത്. ഈ സാധനം നമുക്ക് ഡെലിവർ ആയിട്ടും അതിൽ കാണിക്കുന്നതെന്ന് തൃശ്ശൂർ എത്തിയിട്ടില്ല എന്ന് കാണിക്കുന്നതെന്ന്. അപ്പോൾ ട്രാക്കിങ് നോക്കണ്ട, അത് വേസ്റ്റാണ്, വർക്കിംഗ് ഒന്നും അല്ലാണ്ട. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ തത്കാൽ പാസ്പോർട്ട് ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് ഒരു ദിവസം 2 ദിവസം കൊണ്ട് സാധനം കിട്ടും. അപ്പോൾ ഇത്രയും നമ്മൾ കുറേ ID കാർഡും ID സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും സിമ്പിളായിട്ട് ഒരു ID പ്രൂഫ് എനിക്ക് തോന്നുന്നില്ല ഇവിടെ കിട്ടുന്നു വേറെ. അത്രയും സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നാട് ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഈ നമ്മുടെ ഉഡായ്പ കാണിക്കുന്ന വില്ലേജ് ഓഫീസർമാരത്തെ വില്ലേജ് ഓഫീസർ സ്റ്റാഫും സംഭവമൊക്കെ ഉണ്ടല്ലോ, അവന്മാരെ ഫുള്ള് പരിപാടി നിൽക്കും ഇതുപോലെ ഫുള്ള് പ്രൈവറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ സംഭവമൊന്നും കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻ സംഭവമൊന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും യൂട്യൂബിൽ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇടാൻ കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.